ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഒരു കിടിലനൊരു അപ്ഡേറ്റ് തന്നെയാണ്. കിങ് ഓഫ് കൊത്ത അല്ല, എമ്പുരാൻ. കിങ് ഓഫ് കൊത്ത പറഞ്ഞു, എമ്പുരാൻ പറഞ്ഞു. ഇത് മനഃപൂർവ്വം പറഞ്ഞുണ്ടോ? വേറെ ഒന്നുമല്ല. കിങ് ഓഫ് കൊത്ത എന്ന് ഫസ്റ്റ് പറഞ്ഞത്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ അതായത് ഒഫീഷ്യലായിട്ട് വന്നൊരു അപ്ഡേറ്റാണ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കാരണം. ചിലവർ ഗമ കളിച്ചോട്ടെ, അത് നമുക്ക് നോ പ്രോബ്ലം. അതായത് ഈ 30 ദിവസം കൊണ്ട് എമ്പുരാൻ 325 കോടി കയറി. ഇത് സത്യമാണോ നിങ്ങൾ പറയൂ. ഇപ്പം ചില ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് താഴത്ത് ഗമ കളിക്കരുത്, അവർക്കൊക്കെ ഞാൻ ഗമ കൊടുക്കാറുണ്ട്. അല്ലാത്തവരെ ഒരു ഇതാണ് ഞാൻ ഒപ്പീനിയനാണ് ചോദിച്ചത്. അത് പേഴ്സണൽ അല്ലെങ്കിൽ പേഴ്സണലല്ല, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പം 30 ദിവസം കൊണ്ട് 325 കോടി കയറി എമ്പുരാൻ. അതൊരു നല്ലൊരു ഇത് തന്നെയാണ്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു, അതായത് ഇവർ ഒഫീഷ്യലായിട്ട് ഇട്ട്, അതായത് ഇവർക്ക് ഇത് സത്യമാണ്. കാരണം പണ്ട് ഇതേപോലൊരു പടം ഞാൻ പറഞ്ഞില്ല, അത് പൊളിഞ്ഞ പടമാണ്. അത് 100 കോടി ക്ലബിൽ കയറിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിശയിച്ചു, ഇവരിങ്ങനെ തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതില്ലേ. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ 2 പടങ്ങളാണ് ആകെ മലയാള സിനിമ ടോപ്പ് ക്രോസിലെത്തിയത്. അതായത് മഞ്ഞുമൽ ബോയ്സും പിന്നെ മറ്റേ പ്രേമലലു എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഈ പ്രേമലലു സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും അത് ഭയങ്കര വിജയം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയും ഹിറ്റാണ്. അതും അത്യാവശ്യം അത് ഇപ്പോൾ കേരളത്തിലല്ലാണ്ട് തന്നെ ഹിന്ദിയിലൊക്കെ അത്യാവശ്യം ഈ അതായത് മറ്റേ ബേബി എന്ന് പറഞ്ഞൊരു ബേബി ജോൺ എന്നൊരു പടം മാറ്റിയിട്ട് ഇത് കളിപ്പിച്ച്, ഏത് മാർക്കോ. അപ്പം അങ്ങനത്തെ ഒരു ചരിത്രം മാർക്കോ സിനിമക്കും ഉണ്ട്. അതിനെയും തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി മറിച്ച് തിയേറ്ററിൽ കയറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞത് 30 ദിവസം കൊണ്ട് 325 കോടി കയറി ഗായ്സ്. അപ്പം അങ്ങനെ തള്ളിക്കോട്ടെ. അപ്പോൾ അത് തള്ളി ഇപ്പോൾ അവർക്ക് തള്ളാൻ പറ്റാത്തൊരു ഒരു കോമഡി ആയിട്ടുണ്ട്. OTTയിൽ ഇപ്പോഴും 1-ാം സ്ഥാനത്ത്, അത് മനസ്സിലാക്കണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സിനിമ ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്ത, അത് പരാജയമായിരുന്നു. പക്ഷേ ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ 1-ാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും കിങ് ഓഫ് കൊത്ത. അതിൻ്റെ രോമത്തിൽ തൊടാൻ പോലെ എമ്പുരാന് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇവർ തള്ളി ഇനി ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ 500 കോടി പറയും. നിങ്ങൾ കണ്ടോ, ബെറ്റ് വെച്ചോ. ഈ പടം 50 ദിവസം കഴിയുമ്പോൾ 500 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ നടനും പ്രൊഡ്യൂസറൊക്കെ ഇടും. അപ്പോൾ ഈ കേട്ട് നിങ്ങളും ഗമഗമയാവും ഗായ്സ്.